വൺ പീസിലേറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ഈ ഫ്ലോറിയൻ ട്രയാങ്കിൾ. ഡെവിൾസ് ട്രയാങ്കിൾ സോൺ എന്നറിയപ്പെടുന്ന ഈ ഒരിടം റെഡ് ലൈൻ അടുത്തുള്ള പാരഡൈസ് റീജിയൻ എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ 7-ൽ നിന്നും ഫിഷ്മാൻ ഐലൻഡിലേക്ക് പോകുന്ന യാത്രികർ ഈ ഒരിടം കടന്നു വേണം മുന്നോട്ടു പോകാൻ. റിയൽ വേൾഡിലെ ബർമുഡ ട്രയാങ്കിൾ, ഡെവിൾ സീ എന്നിങ്ങനെയുള്ള റെഫറൻസുകളാണ് ഈ ഒരു പ്രദേശത്തിനും നൽകിയിരിക്കുന്നത്. എന്താണ് ഈ സ്ഥലമെന്നും ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ എന്താണെന്നുമെല്ലാം ഇന്നും ഒരു ചോദ്യമാണ്. എങ്കിലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസും കുറച്ച് തിയറീസും ഒക്കെയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 442 അനിമെ എപ്പിസോഡ് 337 ഈ ഒരു പ്രദേശത്തെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്ലോറിയൻ ട്രയാങ്കിളിനെ ഇത്രത്തോളം മിസ്റ്റീരിയസ് ആക്കുന്നത് എന്ന് നോക്കിയാൽ അവിടുത്തെ ഡാർക്കസ്റ്റ് എൻവിയോൺമെന്റ് തന്നെയാണ്. മൂടൽ മഞ്ഞിനാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് സൂര്യപ്രകാശം ഒരല്പം പോലും കടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഇരുണ്ട ഒരു പ്രദേശമാണിവിടം. രാവേത പകലേത എന്ന് തിരിച്ചറിയുക അസാധ്യമാണ്. ആ ഒരു നിഗൂഢതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത ഒരുപാടുണ്ട്. ഇങ്ങനെ ഭീതിപൂർണമായി ഫ്ലോറിയൻ ട്രയാങ്കിളിനെ കാണപ്പെടുന്നതിനാൽ പല സെയിലേഴ്സും ആ വഴിയുള്ള യാത്ര ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ എനിസ് ലോബിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം വാട്ടർ 7-ൽ തിരിച്ചെത്തിയ ലൂഫിയും ടീമും ഫ്രാങ്കിയൽ ആദം മരത്തിന്റെ തടി കൊണ്ട് 1000 സണ്ണി എന്നൊരു കപ്പൽ നിർമ്മിച്ചു നൽകുന്നു. എന്നാൽ അവരുടെ അടുത്ത യാത്രയെപ്പറ്റി മനസ്സിലാക്കിയ കൊക്രോസാൻ അവർ പോകുന്നതിനു മുമ്പായി ഒരു മുൻകരുതൽ എന്ന രൂപേണ ഫ്ലോറിയൻ മുനമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. വർഷം തോറും 100 കണക്കിന് കപ്പലുകളാണ് ആ ഒരു പ്രദേശത്ത് കാണാതാകുന്നത്. ഇങ്ങനെ കാണാതാകുന്ന മനുഷ്യരാരും തന്നെ പിന്നീട് പുറം ലോകം കണ്ടിട്ടുമില്ല. പകരം ആ വിജനതയിലൂടെ ഒഴുകി നടക്കുന്ന ധാരാളം തകർന്ന കപ്പലുകളല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ പലരും പല കഥകളാണ് അവിടെ പ്രചരിക്കാറ്. പല സെയിലേഴ്സും ആ പ്രദേശത്ത് പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്നും അതൊരു ഭീകര രൂപിയായി മാറുമെന്നും അതാണ് മിക്ക കപ്പലുകളെയും തകർക്കുന്നതെന്നും ഒരു കഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം കൊണ്ട് ഒരാൾ പോലും ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നത് തന്നെ കുറവായി. പകരം ഗവൺമെന്റിന്റെ കണ്ണുവെട്ടിച്ച് കൂടുതലും പൈററ്റ്സുകൾ മാത്രമാണ് ആ ഒരു വഴി ചൂസ് ചെയ്യാറുള്ളത്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് ഫോർമർ വാർലോഡായിരുന്ന ഗെക്കോ മൂറിയും അദ്ദേഹത്തിന്റെ ക്രൂവും ആ ഒരു പ്രദേശത്ത് ത്രില്ലർ ബാർക്ക് നങ്കൂരമിട്ടിരുന്നു. അതുവഴി വന്നിരുന്ന പല സെയിലേഴ്സിന്റെയും കപ്പലുകളും മറ്റും കെണിയിൽപ്പെടുത്തി അവരുടെ സ്വർണവും പണവും കവർന്നെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ കാഗെ നോമി എന്ന ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉൾക്കൊള്ളുന്ന ഗെക്കോ മോറിയ ഇങ്ങനെ കെണിയിൽപ്പെടുന്നവരുടെ സ്വർണമോ പണമോ മാത്രമായിരുന്നില്ല മോഷ്ടിച്ചിരുന്നത്, മറിച്ചവരുടെ നിഴലുകളെ പോലും അയാൾ അപഹരിച്ചിരുന്നു. ആ ഒരു കൊടിയതയ്ക്ക് അന്ത്യമുണ്ടാകുന്നത് ലൂഫി ഗെക്കോ മോറിയെ പരാജയപ്പെടുത്തുന്നതിലൂടെയാണ്. എന്നാൽ ഈ ആർക്ക് തീരുന്നതിനു മുമ്പായി നാം ഏവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ് ആ 2 ചുവന്ന കണ്ണുകൾ. എന്തായിരുന്നു അത് എന്നതിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. എങ്കിലും ഇതിനെപ്പറ്റി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറികളുണ്ട്. അതിലെനിക്ക് ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയ ചില തിയറികളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നാണ് പോക്കറ്റ് ഡയമെൻഷൻ, അതായത് വൺ പീസ് വേൾഡിനകത്തു തന്നെയുള്ള മറ്റൊരു ലോകം. ആ ഒരു ഡയമെൻഷനിലേക്ക് കടക്കാതിരിക്കാൻ ഗാർഡ് ചെയ്യുന്ന ഒരു ജയന്റ് ക്രീച്ചർ ആണ് ഇതെന്നും ഒരു വാദമുണ്ട്. രണ്ടാമത്തേതാണ് ഇമൂസാമയ്ക്ക് ഈ ഒരു ക്രീച്ചറുമായിട്ടുള്ള കണക്ഷൻ. അതായത് റെഡ് ലൈനോട് ഏകദേശം അടുത്താണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയുടെ നേർ മുകളിലാണ് മരി ജോയ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇമൂസാമ ഏൻഷ്യൻ കാലഘട്ടത്തിൽ ജോയ് ബോയിയോടൊപ്പം ചേർന്ന് ഇമുവിനെതിരായി ഫൈറ്റ് ചെയ്തിരുന്ന ഈ ഒരു ക്രീച്ചറിനെ പൊസസ് ചെയ്തിരിക്കുകയാണെന്നും അവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒരു കാര്യത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിലനിർത്തിയിരിക്കുന്നതാണെന്നും പറയുന്നു. അതൊരു പക്ഷേ ഏൻഷ്യൻ വെപ്പണാകാം, അതുമല്ലെങ്കിൽ റെഡ് ലൈന്റെ ആ ഒരു പ്രദേശത്തേക്ക് വരുന്നത് തടയുന്നതിനു വേണ്ടിയുമാകാം. ഇനി മറ്റൊന്നാണ് പൊസൈഡനുമായിട്ടുള്ള കണക്ഷൻ. നമുക്കറിയാം ഈ സീ കിങ്സ്, സീ ബീസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പൊസൈഡൻ. ഈ ഒരു കാലഘട്ടത്തിൽ ഷിരാഹോഷി മാത്രമാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവൾ. അതിനാൽ ഒരുപക്ഷെ ലാസ്റ്റ് സാഗയിൽ ആ ഗ്രേറ്റ് വാറിന്റെ ഭാഗമായി ലൂഫിയോടൊപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ ഇമുവിന്റെ കൺട്രോളിൽ നിന്നും അതിനെ മോചിപ്പിച്ച് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പൊസൈഡൻ ആവാമെന്നും ഒരു തിയറിയുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിയറിയാണ് സെർപ്പന്റ് ഓഫ് ഹെൽഫെയർ അഥവാ ദ റെഡ് ലൈൻ. ഈ നോർസ് മിത്തോളജിയിലൊക്കെ കാണപ്പെടുന്ന വേൾഡ് സെർപ്പന്റിനോട് സാമ്യമുള്ളതാണിവ. ആ ലോകത്തെ ചുറ്റിക്കിടക്കുന്ന പാമ്പിനെ പോലെയാണ് ഈ ഒരു ക്രീച്ചറിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം റെഡ് ലൈൻ എന്നത് ആ വേൾഡിനെ ഫുള്ളായിട്ട് ചുറ്റിക്കിടക്കുന്ന ഒന്നാണ്. കൂടാതെ റെഡ് ലൈൻ എന്നത് ഒരു നാച്ചുറൽ ഫിനോമിന അല്ല എന്നും പകരം ആരോ അവിടെ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെയാണ് അതിന്റെ ഒരു ഘടനയെന്നും പറയപ്പെടുന്നുണ്ട്. അതിനാൽ ഒരുപക്ഷെ ഈ റെഡ് ലൈൻ എന്നത് എന്തുകൊണ്ട് ഈ ഒരു ക്രീച്ചർ ആയിക്കൂടാ? നമുക്കറിയാം സാഞ്ചിയുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ഓൾ ബ്ലൂ എന്നത്. ഈ ഒരു റെഡ് ലൈൻ അഥവാ ഈ ഒരു ക്രീച്ചറിനെ ഷിരാഹോഷി ഇമുവിന്റെ കൺട്രോളിൽ നിന്നും മോചിപ്പിക്കുന്നതിലൂടെ അതൊരു പക്ഷേ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പോവുകയും സാഞ്ചിയുടെ ഡ്രീം അതിലൂടെ ഫുൾ
ഫുൾഫിൽ ആകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാകുമെന്നതിന് എനിക്ക് ഒരു ഉറപ്പുമില്ല. എങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എ തിയറി, അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനാൽ ഫ്ലോറിയൻ ട്രയാങ്കിളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ഇവയെല്ലാമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നെല്ലാം നമുക്ക് ഓർഡർ റിവീൽ ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായങ്ങളും തിയറീസും ഒക്കെ കമന്റ്സിലൂടെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിവേ, വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.